എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്ന്, ലോക്സഭ പാസസ് വഖഫ് ബിൽ ആഫ്റ്റർ എ ലോങ് ഡിബേറ്റ്. ഇത് GS2 പൊളിറ്റി ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വഖഫ് ബില്ല് ഇപ്പം ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ അത് പാർലമെൻറ്റ് പാസ്സാക്കി. അപ്പോൾ അതെന്താണ് വഖഫ് ബില്ല്, എന്താണ് അതിൻ്റെ കോൺട്രവേഴ്സി വരാനായിട്ടുള്ള റീസൺ എന്താണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനിയുള്ളത് ന്യൂ ഡംസെൽ ഫ്ലൈ സ്പീഷീസ് ഫൗണ്ട് ഇൻ കേരള. ഓക്കെ, അതൊരു ഫ്ലൈ സ്പീഷീസാണ്. അത് വെസ്റ്റേൺ ഗട്ട്സിൽ പുതുതായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു സ്പീഷീസും കൂടിയാണ്. ഇത് GS3 സയൻസ് ആൻഡ് ടെക് സ്പീഷീസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. നെക്സ്റ്റ് ഇസ് എഹെഡ് ഓഫ് ബിംസ്റ്റെക് സബ്മിറ്റ് ഇൻ ബാങ്കോക്ക്, ഡൗട്ട്സ് പെർസിസ്റ്റ് ഓവർ മോഡി യുനെസ് മീറ്റിംഗ്. ഓക്കെ, ഇത് ഈവൻ ദോ ഇത് IR പെർസ്പെക്റ്റീവിൽ ബംഗ്ലാദേശ് റിലേറ്റഡ് ആയിട്ട് വരേണ്ടതാണെങ്കിലും വിൽ ബി ലുക്കിംഗ് ഇൻ ടു ബിംസ്റ്റെക്. ഓക്കെ, ബിംസ്റ്റെക് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ബിംസ്റ്റെക്, അതുപോലെ തന്നെ സാർക്ക് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള കമ്പാരിസണൊക്കെ നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ നോക്കും. നെക്സ്റ്റ് ഇസ് റിംഗ് ഓഫ് ഫയർ അറൗണ്ട് ഇറാൻ ഈസ് ടൈറ്റനിങ്. ഇത് കറണ്ട് ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ ബേസ് ചെയ്തിട്ട് ഇറാൻ്റെ ഇൻഫ്ലുവൻസ് കുറയുന്നതിനെ പറ്റിയും, അതുപോലെ തന്നെ ന്യൂക്ലിയർ ആർസണൽ കേപ്പബിലിറ്റിയിൽ ഇറാൻ എങ്ങനെ ഒരു സ്ലോ ഡൗൺ വരുന്നു, അത് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഇത് IR പെർസ്പെക്റ്റീവ് ആണ്, IR ആണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്, IR ഇറാൻ. ഓക്കെ, ഫസ്റ്റ് ന്യൂസ് ഈസ് ലോക്സഭ പാസസ് വഖഫ് ബിൽ ആഫ്റ്റർ എ ലോങ് ഡിബേറ്റ്. ഓക്കെ, ലോക്സഭ റീസെൻ്റ്ലി പാസ് ദ വഖഫ് അമെൻമെൻറ്റ് ബിൽ ആഫ്റ്റർ എക്സ്റ്റെൻസീവ് ഡിബേറ്റ് with the government emphasizing its role on ensuring transparency in Waqf property management. Bill has sparked discussions on its constitutional validity and implications for the Muslim community. Okay, government's position. Home Minister Amit Shah and Minority Affairs Minister Kiran Rijiju clarified that bill focused on property management, not religious practices. The government argues that the bill aims to streamline Waqf board operations, ensuring proper use of donated properties. പിന്നെ നരേന്ദ്ര മോദി ഗവൺമെൻറ് asserts that legislation is not intended for political gains but to align the broader governance reforms. ഓക്കെ, പക്ഷേ ഓപ്പോസിഷൻ കൺസേൺസ് ഉണ്ട്. ഓപ്പോസിഷൻ പാർട്ടീസ് ഇൻക്ലൂഡിംഗ് AIMIM called the bill unconstitutional and accused the government of targeting Muslim institutions. അതിൻ്റെ ചീഫായിട്ടുള്ള അസൗദ്ദീൻ ഔസി protested against the bill by symbolically tearing a copy in the house. Some members raised concerns about non-Muslim representation in the Waqf boards and potential government interference. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? വഖഫ് ആക്ട് 1995 വരുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് പാസ്ഡ് ഇൻ 1954, later repealed and replaced by Waqf Act 1995, amended in 2013 to grant Waqf boards extensive powers over property designation. ഓക്കെ, അപ്പം ഇത് അമെൻമെൻറ്റ്, സെക്കൻഡ് അമെൻമെൻറ്റ് വരുന്ന ആക്ച്വലി ആ ഒരു ആൻറ്റി കറപ്ഷൻ ക്യാമ്പയിൻസ് ഒക്കെ റണ്ണ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ ഒരു പെട്ടെന്ന് ഇവർ വരെ അമെൻമെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഡെഫിനേഷൻ ഓഫ് വഖഫ്: എ പെർമനൻറ്റ് ഡെഡിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി, മൂവബിൾ ഓർ ഇമൂവബിൾ, ഫോർ റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസസ് ആണ്. വൺസ് ഡെസിഗ്നേറ്റഡ് ആസ് വഖഫ്, പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഗോഡ് ആൻഡ് ബിക്കംസ് നോൺ ട്രാൻസ്ഫറബിൾ. അതാണ് ഇതിനകത്തെ ഒരു മെയിൻ പ്രോബ്ലം. ഓക്കെ, റോൾ ഓഫ് വഖഫ് ബോർഡ് എന്താണ്? എ വഖഫ് ബോർഡ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രിങ് ആൻഡ് റിക്കവറിങ് വഖഫ് പ്രോപ്പർട്ടീസ്, സാങ്ഷനിങ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വിത്ത് എ 2/3 majority. ഓക്കെ, സെൻട്രൽ വഖഫ് കൗൺസിലുണ്ട്, എസ്റ്റാബ്ലിഷ് ഇൻ 1964 ടു ഓവർസീ സ്റ്റേറ്റ് ലെവൽ വഖഫ് ബോർഡ്സ്. അപ്പോൾ വഖഫ് പ്രോപ്പർട്ടീസ് ഇൻ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ തേർഡ് ലാർജസ്റ്റ് ലാൻഡ് ഹോൾഡർ ഇൻ ഇന്ത്യ ആഫ്റ്റർ റെയിൽവേസും ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യൻ ആർമിയും റെയിൽവേക്കും ശേഷം ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ലാൻഡ് ഹോൾഡർ എന്ന് പറയുന്നത് വഖഫ് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം 8,72,292 രജിസ്റ്റേർഡ് വഖഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഏകദേശം 8 lakh ഏക്കേഴ്സോളം ഉണ്ട്. ദീസ് പ്രോപ്പർട്ടീസ് ജനറേറ്റ് ആൻ എസ്റ്റിമേറ്റഡ് ആനുവൽ റവന്യൂ ഓഫ് 200 crore. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ വഖഫ് ബിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു എന്താണ്, പ്രോപ്പർട്ടി റൈറ്റ്സ് ആയിട്ടുള്ള ഇഷ്യൂ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്തും ക്രിട്ടിക്സ് ബേസ് ചെയ്തിട്ടും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ലോങ് ടേം ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗവൺമെൻറ് ഇതിനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ചിലോട്ട് കൊണ്ടുവരുന്നത്, വിത്ത് കമ്മ്യൂണിറ്റി ട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഗവൺമെൻറ് ഇത് ഫോർസി ചെയ്യും എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു
ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇനിയിപ്പോൾ നമുക്ക് ലേറ്റർ ഓൺ ആർട്ടിക്കിൾസിൽ ഇതിൻ്റെ എഡിറ്റോറിയലും കാര്യങ്ങളൊക്കെ വരും. ഇറ്റ്സ് എ ഡെവലപ്പിംഗ് ന്യൂസാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ന്യൂ damselfly species found in Kerala. Okay, new species of damselfly, Euphia wayanadinensis, has been discovered in the Wayanad region of the Western Ghats, Kerala. This marks Kerala's 191st recorded odonate species and 223rd species from the Western Ghats. These findings are published in the peer-reviewed journal Entomology. Okay. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ദ ഡിസ്കവറി ഹൈലൈറ്റ്സ് ദ റിച്ച് ബയോഡൈവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്, എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആൻഡ് വൺ ഓഫ് ദ 8 hottest hotspots of biological diversity in the world. Adds to the growing database of endemic species in India, emphasizing the importance of conservation efforts in ecologically sensitive regions. The species belongs to the family of Ephidae and was identified using integrated taxonomy എഫേർട്സ്. അപ്പോൾ ആക്ച്വലി പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ ഞാൻ ഇത് ഈവൻ ദോ ഇതൊരു റീജിയണൽ ന്യൂസ് ആണെങ്കിൽ പോലും ഇത് എടുത്തതിൻ്റെ റീസൺ വെച്ചാൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ എഫിഡേ വയനാഡിസിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ കണ്ടുപിടിച്ചു. അത് എന്ത് സ്പീഷീസ് ആണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു ഫിഷ് സ്പീഷീസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. മേർഷീർ അതുപോലത്തെ ഗോൾഡൻ മേർഷീർ അങ്ങനെയുള്ള സ്പീഷീസ് എന്ത് സ്പീഷീസ് ആണെന്നൊക്കെ ചോദിച്ച് ഫിഷ് അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട് 2020. അപ്പോൾ അതുപോലത്തെ പാറ്റേണിൽ ചിലപ്പം ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വരാം. ആൻഡ് ഓൾസോ ടാക്സോണോമി മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളും വരാം. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് നമുക്കൊരു ഓവർവ്യൂ നമുക്ക് നോക്കാം പെട്ടെന്ന്. അപ്പം ഏകദേശം 140 മാമൽ സ്പീഷീസ് ഉണ്ട്, 510 ബേർഡ് സ്പീഷീസ് ഉണ്ട്, ആംഫിബിയൻ സ്പീഷീസ് 180 ആണ്, റെപ്റ്റീലിയൻ സ്പീഷീസ് ഏകദേശം 260 ഉണ്ട്. 25% ഓഫ് ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി ആണ് വെസ്റ്റേൺ ഗട്ട്സ് കവർ ചെയ്യുന്നത്. ന്യൂ ഫ്ലോറ ആൻഡ് സ്പീഷീസ് ഡിസ്കവേർഡ് ഓൺ എ ഡെയിലി ബേസിസ്, എവറി ഇയർ ഡിസ്കവേർഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത്, മുംബൈ, രത്നാഗിരി, സിന്ധുദുർഗ്, അതുപോലെ തന്നെ കുതിർമുഖ്, ഊട്ടി, മൂന്നാർ, ഇതൊക്കെ വെസ്റ്റേൺ ഗട്ട്സിലുള്ള ഏരിയാസാണ്. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഹാബിറ്റാറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂഫിയ വയനാഡിസിസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് പ്രിഫേഴ്സ് ഫാസ്റ്റ് ഫ്ലോയിങ് സ്ട്രീംസ് വിത്ത് റോക്സ് ആൻഡ് അക്വാട്ടിക് വെജിറ്റേഷൻ found in environments with evergreen and semi-evergreen trees along river banks, observed throughout the year except during the dry months of March and April. Okay, conservative implications നമ്മൾ നോക്കുകയാണെങ്കിൽ the species has a highly restricted distribution, making it vulnerable to habitat destruction due to deforestation, water pollution and climate change. Calls for targeted conservation strategies to protect aquatic invertebrates in ecologically sensitive areas like Wayanad. പിന്നെ ഡിസ്കവറി emphasizes the need for a more research in underexplored regions to document and conserve biodiversity. അപ്പോൾ ഇതിൽ ചാലഞ്ചസ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആണ് ത്രെഡ്സിൻ്റെ കേസ് വരുന്നത്. ഡീഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പോസ് സീരിയസ് റിസ്ക് ഫോർ സർവൈവൽ ഓഫ് എൻഡമിക് സ്പീഷീസ്. പിന്നെ കൺസർവേഷൻ മെഷേഴ്സ് ആണ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൺസർവേഷൻ സ്ട്രാറ്റജീസ്, അവയർനെസ് പ്രോഗ്രാംസ് ആൻഡ് ഹാബിറ്റാറ്റ് റിസ്റ്റോറേഷൻ ഇനിഷ്യേറ്റീവ്സ് ആർ നീഡഡ്. പിന്നെ പോളിസി ഇൻ്റർവെൻഷൻസിൻ്റെ കേസിൽ സ്ട്രെങ്തനിങ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോസ് ആൻഡ് പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. കൺക്ലൂഷൻ കൊടുക്കുകയാണെങ്കിൽ ദ ഡിസ്കവറി ഓഫ് യൂഫിയ വയനാഡിസിസ് underscores the biodiversity richness of the Western Ghats, the necessity for conservation efforts. Further research and policy-driven conservation initiatives are required to ensure the survival of newly discovered and endangered species. ഈ ഒരു ഡിസ്കവറി ഇറ്റ് അലൈൻസ് വിത്ത് കമ്മിറ്റ്മെൻറ്റ് ടു ബയോഡൈവേഴ്സിറ്റി conservation under the Convention of Biological Diversity CBD and also Sustainable Development Goals SDG 15 Life for Land എന്ന് പറയുന്നത്. അപ്പോൾ SDG ഗോൾസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് മെയിൻസ് ആൻസർ റേറ്റിംഗ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഓരോ SDG ഗോൾസും നിങ്ങൾക്ക് ഓരോ പോയിൻറ്റ്സിൽ സബ്സ്റ്റാൻഷിയേഷൻ ഒക്കെ ചെയ്യാനായിട്ട് യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് ബിംസ്റ്റെക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഹെഡ് ഓഫ് ബിംസ്റ്റെക് സമ്മിറ്റ് in Bangkok, doubts persist over Modi-UNES meeting. അപ്പോൾ വാട്ട് ഈസ് ബിംസ്റ്റെക്? ബിംസ്റ്റെക് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ
ഇതെന്ന് പറയുന്ന ഒരു റീജിയണൽ മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷനാണ്. ഇറ്റ് മെമ്പേഴ്സ് ലൈ ഇൻ ദ ലിറ്ററൽ ആൻഡ് അഡ്ജസൻറ്റ് ഏരിയാസ് ഓഫ് ദ ബേ ഓഫ് ബംഗാൾ ഫോമിങ് എൻ കോണ്ടിഗ്വസ് റീജിയണൽ യൂണിറ്റി സ്റ്റേറ്റ്സ്. സൗത്ത് ഏഷ്യയുടെ കേസിൽ മെമ്പർ സ്റ്റേറ്റ്സിൽ ബംഗ്ലാദേശുണ്ട്, ഭൂട്ടാനുണ്ട്, ഇന്ത്യയുണ്ട്, നേപ്പാളുണ്ട്, ശ്രീലങ്കയുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ കേസിൽ മ്യാൻമറും തായ്ലാൻഡും ഉണ്ട്. ബിംസ്റ്റെക് സെർവ്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ലിങ്കിങ് ഗ്രേറ്റ് ഹിമാലയാസ് ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ ecologies. It aims to foster rapid economic development, social progress and regional collaboration. ഓക്കെ, അപ്പോൾ ബിംസ്റ്റെക്കിനെ കുറിച്ച് നമുക്ക് കുറച്ച് നോക്കുകയാണെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷനാണ്. മെമ്പർ കൺട്രീസ് ഇതൊക്കെയാണ്: നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, തായ്ലാൻഡ്, മ്യാൻമർ, ശ്രീലങ്ക. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ മാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹിമാലയൻ റീജിയൻസ് തൊട്ട് ബേ ഓഫ് ബംഗാൾ റീജിയനാണ്. അതായത് ഇന്ത്യയുണ്ട്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്ലാൻഡ് ഇതിനകത്ത് വരും. ടു എനേബിൾ എൻവയോൺമെൻറ്റ് ഫോർ റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ടു കൊളാബറേറ്റ് ആൻഡ് മ്യൂച്വലി അസിസ്റ്റ് മെമ്പേഴ്സ് ഓൺ മാറ്റേഴ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്, to maintain close and beneficial cooperation with existing international and regional organizations, to endeavor to eradicate poverty from Bay of Bengal region, to establish multi-dimensional connectivity, promote synergy among connectivity frameworks in the region. ഓക്കെ, ജനസിസ് ഓഫ് ബിംസ്റ്റെക്ക് നമ്മൾ നോക്കാം. അതിൻ്റെ ഒരു ഒറിജിനാണ്. അപ്പം എസ്റ്റാബ്ലിഷ് ഇൻ 1997 ത്രൂ ദ ബാങ്കോക്ക് ഡിക്ലറേഷൻ വിത്ത് 4 members. അതിൽ ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു, ഇന്ത്യ, ശ്രീലങ്ക ആൻഡ് തായ്ലാൻഡ് ആയിരുന്നു. റീനെയിംഡ് ബിംസ്റ്റെക് ആഫ്റ്റർ മ്യാൻമർ ജോയിൻഡ് 1997. എക്സ്പാൻഡഡ് ടു ബിംസ്റ്റെക് ഇൻ ടു ബിം STEC എന്നായിരുന്നു മ്യാൻമർ ജോയിൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ ബിംസ്റ്റെക് എന്നായി വെൻ നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ ബിക്കെയിം മെമ്പേഴ്സ്. മെയിൻ ഒബ്ജക്റ്റീവ്സ്: ഫോസ്റ്റർ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, റീജിയണൽ ഇക്വാലിറ്റി ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫോസ്റ്റർ ചെയ്യുക, അതുപോലെ സ്ട്രെങ്തൻ കോപ്പറേഷൻ ഇൻ ട്രേഡ്, ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് മോർ. പൊട്ടൻഷ്യൽ ഓഫ് ബിംസ്റ്റെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കീ കണക്ടറാണ് ബിറ്റ്വീൻ, നമ്മൾ പറഞ്ഞു, സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. എക്കണോമിക് പവർ ഹൗസ് ഏകദേശം 1.5 billion പീപ്പിൾ, 22% ഓഫ് ഗ്ലോബൽ പോപ്പുലേഷൻ ഇവിടെയുണ്ട്. കമ്പൈൻഡ് GDP ഈസ് അറൗണ്ട് 3.8 trillion. മാരിടൈം സിഗ്നിഫിക്കൻസ്: ക്വാർട്ടർ ഓഫ് വേൾഡ്സ് ട്രേഡഡ് ഗുഡ്സ് പാസ് ത്രൂ ദ ബേ ഓഫ് ബംഗാൾ ആനുവലി. ഓക്കെ, മേജർ കണക്ടിവിറ്റി പ്രോജക്ട്സ് ഇതും അറിഞ്ഞിരിക്കണം. ബിംസ്റ്റെക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ്. കാരണം ഇന്ത്യയുടെ ആക്ടിസ് പോളിസിയുടെ വൺ ഓഫ് ദ മെയിൻ പില്ലേഴ്സ് കണക്ടിവിറ്റി പ്രോജക്ട്സ് ആണ്. അപ്പം കലഡാൻ മൾട്ടി മോഡൽ പ്രോജക്ട് ലിങ്ക്സ് ഇന്ത്യ ആൻഡ് മ്യാൻമർ. ഏഷ്യൻ ട്രൈലാറ്ററൽ ഹൈവേ കണക്ട്സ് ഇന്ത്യ, മ്യാൻമർ ആൻഡ് തായ്ലാൻഡ്. BBIN motor vehicles agreement facilitates seamless transport across Bangladesh, Bhutan, India and Nepal. ബിംസ്റ്റെക് ആൻഡ് ഇന്ത്യ, അതിൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അലയൻസ് വിത്ത് ഇന്ത്യാസ് നെയ്ബർഹുഡ് ഫസ്റ്റ്, ആക്ട് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഡെവലപ്മെൻറ്റ് പോളിസീസ്, കൗണ്ടേഴ്സ് ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഇൻഫ്ലുവൻസ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ റീജിയൻ, പ്രൊവൈഡ്സ് എ ഫങ്ഷണൽ ഓൾട്ടർനേറ്റീവ് ടു സാക് വിച്ച് റിമെയിൻസ് ഇൻഡേർഡ് ബൈ ഇൻഡോ പാക് ടെൻഷൻസ്. അപ്പോൾ ആക്ട് ഈസ്റ്റ് പോളിസിയിലെ ഒരു സമ്മറി നമുക്ക് നോക്കാം. വിത്ത് ദിസ് പോളിസി, ആക്ട് ഈസ്റ്റ് പോളിസി, ഇന്ത്യ ഹോപ്സ് ടു ഡീപ്പൻ ഇറ്റ്സ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കൺട്രീസുമായിട്ടുള്ള നമ്മുടെ എക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ട് ഈസ്റ്റ് പോളിസി. ആദ്യം നമുക്ക് ലുക്ക് ഈസ്റ്റ് ആയിരുന്നു, അതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റം വരുത്തിയാണ് നമ്മൾ ആക്ട് ഈസ്റ്റ് പോളിസിയോട്ട് വന്നത്. ചൈനയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ India views the rise of its principal strategic rival as a serious challenge and forging relationship with countries along its, അതായത് ചൈനയുടെ ആക്ടിവിറ്റീസിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതും കൂടി ഇതിനകത്ത് മെയിൻ കാര്യമാണ്. പിന്നെ ഉള്ളൊരു ഇൻ്റർനാഷണൽ ബോഡിയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബോഡിയാണ് ASEAN എന്ന് പറയുന്നത്. ബൂസ്റ്റിംഗ് എക്സ്പോർട്സ് വിത്ത് ദ 10 members ഓഫ് ദ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് വാസ് എ കോർ പ്ലാൻ. മോഡിയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ കേസിൽ, ഓസ്ട്രേലിയ കേസിൽ ചൈനാസ് റൈസ് ഹാസ് കമ്പൽഡ് ഇന്ത്യൻ ഔട്ട്റീച്ച് ടു സ്ട്രോങ്ങർ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് വിത്ത് ഓസ്ട്രേലിയ. പിന്നെ ജപ്പാൻ്റെ കേസിൽ കീ റീജിയണൽ പവറാണ്, സെയിം കൺസേൺസ് ആണ് ആസ് ഇന്ത്യ. ചൈനയുടെ കേസിൽ ജപ്പാനും ഷെയർ ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ കേസിൽ ന്യൂഡൽഹി വിഷസ് ഫോർ അതായത് നോർത്ത് ഈസ്റ്റേൺ വിങ്ങിൽ കുറച്ചുകൂടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡ് കണക്ടിവിറ്റി കൊണ്ടുവരാനായിട്ട് ആക്ട് ഈസ്റ്റ് പോളിസി ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇന്ത്യ കൺസിഡർ ചെയ്യുന്നത്. സൗത്ത് കൊറിയയുടെ കേസിൽ
India wants to deepen trade, investment and security ties with their regional economic power, South Korea. ഓക്കെ, അപ്പം ബിംസ്റ്റെക്കിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നോക്കിയത് ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ബിംസ്റ്റെക് സമ്മിറ്റ് നോക്കുവാണെങ്കിൽ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ബിംസ്റ്റെക് സമ്മിറ്റ്. കംപ്രൈസസ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ്, മിനിസ്റ്റീരിയൽ മീറ്റിംഗ്സ്, അതായത് ഫോറിൻ മിനിസ്റ്റേഴ്സ് ഓവർസീ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, പിന്നെ സീനിയർ ഒഫീഷ്യൽസ് മീറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണത്. പിന്നെ ബിംസ്റ്റെക് വർക്കിംഗ് ഗ്രൂപ്പ്, മന്ത്ലി കോർഡിനേഷൻ അറ്റ് ദ ബിംസ്റ്റെക് സെക്രട്ടറിയേറ്റ് ഢാക്ക. പിന്നെ ബിസിനസ് ആൻഡ് എക്കണോമിക് ഫോറംസ്, അത് എൻഷുർ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനാണ്. പിന്നെ കീ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സമ്മിറ്റുകളാണ്. അതായത് ബിംസ്റ്റെക് പ്ലാൻഡ് ബൈനിയൽ സമ്മിറ്റ്സ് ബട്ട് ഓൺലി 5 ഹാവ് ഒക്കേർഡ് ഇൻ 27 years. പിന്നെ നെഗ്ലക്ട് ബൈ മെമ്പർ സ്റ്റേറ്റ്സ്, അതായത് സം മെമ്പേഴ്സ് പ്രയോറിറ്റൈസ് ഏസിയാൻ ഓവർ ബിംസ്റ്റെക്. പിന്നെ ബ്രോഡ് ഫോക്കസ് ഏരിയാസ് കവേഴ്സ് 14 കോപ്പറേഷൻ ഏരിയാസ്. നാരോവർ ഫോക്കസ് മേ ഈൽഡ് ബെറ്റർ റിസൾട്ട്സ്. ഒത്തിരി എല്ലാ കാര്യങ്ങളും ഇടപാടെ ചില കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഔട്ട്കം അതിൽ നിന്ന് നമുക്ക് കിട്ടും. ബയലാറ്ററൽ ടെൻഷൻസ്, റോഹിംഗ്യ ക്രൈസിസ്, ബംഗ്ലാദേശും മ്യാൻമറും തമ്മിലുള്ള പ്രശ്നമാണ്. മ്യാൻമർ തായ്ലാൻഡ് ബോർഡർ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ള ക്ലാഷസ് ഉള്ളപ്പോഴേക്കും അങ്ങനെ ഇത് എല്ലാ കൺട്രീസും ക്ലാഷസ് ഉള്ള കൺട്രീസും കൂടി ഈ ഗ്രൂപ്പിംഗ് വരുമ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ എക്കണോമിക് ഷോർട്ട് ഫോൾസ്. ദ 2004 ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് റിമെയിൻസ് ഇൻകംപ്ലീറ്റ്. ഓൺലി 2 of 7 അഗ്രിമെൻറ്റ്സ് ആർ ഇൻ പ്ലേസ്. ഓക്കെ, നമ്മൾ സാക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതും സൗത്ത് ഏഷ്യ ബേസ് ചെയ്തിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. ബിംസ്റ്റെക്കും സൗത്ത് ഏഷ്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പം ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയാണ് സാർക്കിൻ്റെ കേസിൽ. ബിംസ്റ്റെക്കിൻ്റെ കേസിൽ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. സാർക്ക് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് 1985 ബിംസ്റ്റെക്ക് 1997. റീജിയണൽ പൊളിറ്റിക്സിൽ നമുക്കറിയാം സാർക്കിൽ പാകിസ്ഥാനുണ്ട്. അപ്പോൾ ഹൈ ടെൻഷൻസ് ആണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. ബട്ട് ബിംസ്റ്റെക്കിൻ്റെ കേസിൽ ഫ്യൂവർ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. ട്രേഡ് ഗ്രോത്ത് 5% ഇൻഫ്രാ റീജിയണൽ ട്രേഡ്. ബിംസ്റ്റെക്ക് 6% ആൻഡ് റൈസിംഗ് ആണ്. പവർ ബാലൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാർക്കിൽ ഇന്ത്യയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബിംസ്റ്റെക്കിൻ്റെ കേസിൽ തായ്ലാൻഡും ഇന്ത്യയും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. വേ ഫോർവേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻഹാൻസ്ഡ് റീജിയണൽ സിനർജീസ് ആണ്. ഒപ്റ്റിമൈസ് റിസോഴ്സസ് ഫോർ മ്യൂച്വൽ ഗ്രോത്ത്, മൾട്ടിലാറ്ററൽ കോർഡിനേഷൻ, പ്രിവെൻറ്റ് പൊളിറ്റിക്കൽ ക്രൈസ് ഫ്രം ഡീറെയിലിംഗ് കോപ്പറേഷൻ. പിന്നെ ബൂസ്റ്റിംഗ് കണക്ടിവിറ്റി, ഇംപ്ലിമെൻറ്റ് മാസ്റ്റർ പ്ലാൻ ഫോർ ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി. അതായത് ഇപ്പം ഇന്ത്യയുടെ ഒക്കെ ഒരു കണക്ടിവിറ്റി പ്രോജക്ട്സിൻ്റെ ഒരു പ്രശ്നം നമ്മൾ നേരത്തെ DNA പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ടൈംലി ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേസമയം ചൈനയൊക്കെ ആണെങ്കിൽ അവരൊരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിന് മുമ്പായിരിക്കും കണക്ടിവിറ്റി പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബിൽഡ് ചെയ്യുന്ന ട്രസ്റ്റ് ബിറ്റ്വീൻ നേഷൻസ് കൂടുതലാണ്. ഇന്ത്യയുടെ കണക്ടിവിറ്റി പ്രോജക്ട്സിന് അങ്ങനൊരു പ്രശ്നമുണ്ട്. ഓക്കെ, സ്ട്രോങ്ങർ ഇന്ത്യൻ ലീഡർഷിപ്പ്, എൻഷുർ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്. പിന്നെ ന്യൂ ഗ്രോത്ത് ഏരിയാസ്, എംഫസൈസ് ദ ബ്ലൂ എക്കണോമി, ഡിജിറ്റൽ എക്കണോമി, MSMEs ആൻഡ് സ്റ്റാർട്ടപ്പ് എക്സ്ചേഞ്ചസ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട് കേസ് സിനാരിയോയിൽ ഇറാൻ്റെ ഇൻഫ്ലുവൻസ് നമുക്കറിയാം. അത് കുറച്ചുകൂടെ കുറഞ്ഞു വരുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ the Middle East is witnessing renewed tensions with Iran at the center of escalating geopolitical conflicts. US and Israel have intensified military operations against Iran and its regional allies, weakening Iran's strategic space. Iran's nuclear ambitions remain a key issue as the country continues to enrich uranium despite global pressure. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ ഇഷ്യൂ എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ ഒരു ടൈം ലൈൻ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ 2015 JCPOA അഗ്രിമെൻറ്റ് വരുന്നുണ്ട്. റെസ്ട്രിക്റ്റഡ് ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം ഇൻ എക്സ്ചേഞ്ച് ഫോർ എക്കണോമിക് റിലീഫ്. പിന്നെ US വിഡ്രോവൽ ഇൻ, ഇപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മിലിറ്ററി പുൾ ഔട്ട് ചെയ്തു, കൺസേൺ ലീഡിങ് ടു, അപ്പം അവിടെ റിന്യൂഡ് ടെൻഷൻസ് ഉണ്ടായി. ഇറാൻ്റെ റെസ്പോൺസ് ഇൻക്രീസ് യുറേനിയം എൻറിച്ച്മെൻറ്റ് ആൻഡ് എക്സ്പാൻഡഡ് സപ്പോർട്ട് ഫോർ റീജിയണൽ പ്രോക്സീസ്. അപ്പോൾ നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയ മജോറിറ്റി കൺട്രിയാണ്. അപ്പോൾ അവർക്ക് കുറേ പ്രോക്സി ഓർഗനൈസേഷൻ ഉണ്ട്. ഹമാസ്, ഹൂത്തീസ്, ഹെസ്ബുള്ള, അങ്ങനെയുള്ള പ്രോക്സി ആയിട്ടുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് വഴിയാണ് ഇവരെ
ബാക്കി കൺട്രീസിൽ സിറിയയിലാണെങ്കിൽ പ്രോ ഹെസ്ബുള്ള ഉണ്ട്, ലെബനോണിലെ ഹെസ്ബുള്ള ഉണ്ട്, യമനിൽ ഹൂത്തീസ് ഉണ്ട്, അപ്പം പിന്നെ പാലസ്തീൻ അതോറിറ്റി ആകുമ്പോൾ ഹമാസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രോക്സി ഓർഗനൈസേഷനിലൂടെയാണ് ഇറാൻ ഈ മിഡിൽ ഈസ്റ്റിൽ കൺട്രോൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ന്യൂക്ലിയർ ക്രൈസിസിൻ്റെ ടൈം ലൈൻ ഐ ഹാവ് ആഡഡ്, യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പിന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US ഇസ്രായേൽ മിലിറ്ററി ആക്ഷൻസ് ആണ്, എയർ സ്ട്രൈക്സ് ഓൺ ഹിസ്ബുള്ള ആൻഡ് ഇറാനിയൻ ഫോഴ്സസ് ഇൻ സിറിയ. പിന്നെ US സ്ട്രൈക്സ് ഓൺ ഹൂത്തി പൊസിഷൻസ് ഇൻ യമൻ, ഡിപ്ലോയ്മെൻറ്റ് ഓഫ് അമേരിക്കൻ ഫൈറ്റർ ജെറ്റ്സ് ആൻഡ് എയർക്രാഫ്റ്റ് കാരിയർ. പിന്നെ ഇറാൻ്റെ കൗണ്ടർ മെഷേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിറ്റാലിയേറ്ററി മെഷേഴ്സ് ഉണ്ട്, അതായത് ഇസ്രായേലി US പൊസിഷനിലോട്ട് മിസൈൽ അറ്റാക്സ് ഉണ്ട്. റഷ്യ ചൈന ആയിട്ട് എന്താണ് കൂടുതൽ ടൈസ് ഇവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ചേഞ്ചിങ് റീജിയണൽ ഡൈനാമിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോളോ അസാദ് റെജീം വീക്കെൻഡ് ഇറാൻസ് ഇൻഫ്ലുവൻസ് ഇൻ സിറിയ. നമുക്കറിയാം ഇപ്പോൾ ഉള്ള HTS പോലത്തെ ഓർഗനൈസേഷൻ ദേ ആർ പ്രോ ടർക്കി അല്ലെങ്കിൽ പ്രോ സുന്നി ഗവൺമെൻറ്റ്സിനുമായിട്ട് കുറച്ചുകൂടെ സപ്പോർട്ടുള്ള ഗവൺമെൻറ്റാണ്. നേരത്തെ ഉണ്ടായിരുന്ന അസാദ് റെജീം ദേ വെയർ ആക്ച്വലി പ്രോക്സി ഫോർ ഇറാൻ. ഹെസ്ബുള്ള ആൻഡ് ഹൂത്തീസ് ഫേസ് ഗ്രോയിങ് മിലിറ്ററി സെറ്റ് ബാക്സ്. നമുക്കറിയാം ഇറാൻ ഇപ്പോൾ ഹെസ്ബുള്ള ഇറാൻ്റെ ഒരു പ്രോക്സിയാണ്, അവർ ലെബനോനിൽ ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി സിറിയയിൽ ഇവർക്ക് അസാദിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ ഇസ്രായേൽ US സ്ട്രാറ്റജിക് സ്ട്രെങ്തനിങ് എൻഹാൻസ് മിലിറ്ററി കോപ്പറേഷൻ വിത്ത് ഗൾഫ് നേഷൻസ് ലൈക്ക് സൗദി അറേബ്യ ആൻഡ് UAE. അപ്പോൾ സൗദി അറേബ്യ ആൻഡ് UAE ഇസ്രായേലുമായിട്ട് കുറച്ചുകൂടെ എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു കൺട്രീസ് ആണ്. സൈബർ ആൻഡ് എക്കണോമിക് മെഷേഴ്സ് ടു വീക്കൻ ഇറാൻസ് ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ്. അപ്പോൾ ഈ ഒരു മാപ്പിൽ നമുക്ക് അവരുടെ പ്രോക്സീസും അതുപോലെ തന്നെ സൗദി ബാക്ക്ഡ് ആയിട്ടും ഇറാൻ ബാക്ക്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മാപ്പിൽ റീജിയണൽ സ്ട്രെങ്ത് എവിടെയൊക്കെയാണ് ഇറാന് സപ്പോർട്ടുള്ളത് അങ്ങനെയുള്ള ഏരിയാസൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഫ്യൂച്ചർ സിനാരിയോസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡിപ്ലോമാറ്റിക് റെസൊല്യൂഷനാണ്, റിട്ടേൺ ടു നെഗോസിയേഷൻസ് ബട്ട് വിത്ത് ടഫർ കണ്ടീഷൻസ്, മിലിറ്ററി എസ്കലേഷൻ, പൊട്ടൻഷ്യൽ ഫോർ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ത്രൂ ദോ ഹൈലി റിസ്കി, എക്കണോമിക് ആൻഡ് സൈബർ വാർഫെയർ, സാങ്ഷൻസ് ആൻഡ് കൗണ്ടർ അറ്റാക്സ് ടു ഡിസ്റപ്റ്റ് ഇറാൻസ് ന്യൂക്ലിയർ അംബീഷൻസ്. പിന്നെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ എനർജി സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് ഇറാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓയിലിൻ്റെ പ്രൈസസ് ആക്ച്വലി വെരി ലെസ്സാണ് കമ്പയർഡ് ടു സൗദി അറേബ്യ. ബട്ട് US പ്രഷർ ഉള്ളതുകൊണ്ട് നമ്മൾ സൗദിയുടെ കയ്യിൽ നിന്നാണ് ഓയിൽ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി അത് ഈ ഓയിൽ ഇമ്പോർട്ട്സിന് ഇപ്പോൾ ഇറാനെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കേസസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഓയിൽ ഇമ്പോർട്ട്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ എനർജി സെക്യൂരിറ്റീനെ എഫക്റ്റ് ചെയ്യും. സ്ട്രാറ്റജിക് ബാലൻസിങ്, മെയിൻറ്റെയിനിങ് ടൈസ് വിത്ത് ബോത്ത് ഇസ്രായേൽ ആൻഡ് ഇറാൻ. ചബഹർ പോർട്ട് പ്രോജക്ട്സ് നമുക്കറിയാം ഇറാൻ്റെ സ്റ്റെബിലിറ്റി, അതായത് റീജിയണൽ കണക്ടിവിറ്റി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ഇറ്റ്സ് ആക്ച്വലി നമുക്ക് അവിടെ ആ ഒരു ഏരിയയിൽ ചബഹർ പോർട്ടിൻ്റെ കൺട്രോള് നമുക്ക് തന്നെയായിരുന്നു. അപ്പം നമ്മുടെ ഒരു റീജിയണൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ വ്യൂ പോയിൻറ്റിലുള്ള ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ചബഹർ പോർട്ട് പ്രോജക്റ്റ്. കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇറാൻ ഫേസസ് ഇൻക്രീസിങ് ജിയോ പൊളിറ്റിക്കൽ ഐസൊലേഷൻ ആസ് ദ US and Israel tighten their strategic grip. Future developments will depend on diplomatic efforts, military deterrence and regional alignments. India must navigate this complex landscape carefully to protect its economic and strategic interest. ഓക്കെ, അതാണ് ഇപ്രാവശ്യത്തെ DNA അനാലിസിൽ നമ്മൾ എടുത്ത ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. ബട്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും മെയിൻസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും വളരെ കുറച്ചുകൂടെ ഇൻസൈറ്റ്സ് തരുന്ന ന്യൂസ് ആർട്ടിക്കിൾസ് ആയിരുന്നു. ഇപ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.